ഇതെന്നാ രശ്മി എടുത്തോണ്ടിരിക്കുന്ന? ചേച്ചി ഇതൊരു കസ്റ്റമർക്ക് ഒരു കോംബോ സെറ്റ് ആണ്. 8 ഗ്രാമിൽ വരുന്ന ഒരു കോംബോ സെറ്റ് ആയിരുന്നു. അപ്പൊ അവർക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. അപ്പൊ ഞാനൊന്ന് ഫോട്ടോ അയച്ചു കൊടുത്ത് സെറ്റ് ആക്കാം. നമുക്ക് അക്ഷയ തൃതീയല്ലേ വരുന്നത്, അപ്പൊ അന്ന് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് ഗോൾഡ് റേറ്റ് ഇന്ന് കുറഞ്ഞു നിൽപ്പുണ്ട്. ഇന്നലെ 8310 ആയിരുന്നു, ഇന്ന് 8270 ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അന്ന് കൂടുവാണെങ്കിൽ കുറഞ്ഞ റേറ്റിന് എടുക്കാമല്ലോ. അപ്പൊ അക്ഷയ തൃതീയുടെ അക്ഷയ തൃതീയ ഏറ്റവും ഐശ്വര്യമുള്ള ദിവസം അക്ഷയ തൃതീയ എന്ന് എല്ലാവരും പറയണത്. അതായത് നന്മയുള്ള ദിവസങ്ങൾ തുടങ്ങുക, നല്ല കാര്യങ്ങൾ തുടങ്ങുക, അതുപോലെ തന്നെ നമുക്ക് ഐശ്വര്യ സമ്പത്തൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗോൾഡ് എടുക്കുക, അതൊക്കെയാണ് പറയാം. പിന്നെ നമുക്ക് അന്നദാനങ്ങളൊക്കെ ചെയ്യാം, അതായത് ദാനധർമാരികളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. ഏപ്രിൽ 30 അക്ഷയ തൃതീയ. അക്ഷയ തൃതീയ ഇങ്ങോട്ട് അടുത്ത്. അപ്പൊ നമുക്ക് ബുക്കിംഗ് കൂടുന്നുണ്ടല്ലോ. ബുക്കിംഗ് കൂടുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടോ 8 ഗ്രാമിന്റെ ഒരു കോംബോ സെറ്റ് ആണ്. കാരണം മറ്റേ നമ്മുടെ പരസ്പര മോഡലില് ഇയറിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ നെക്ലേസ് ഉണ്ടല്ലേ, 4 ഗ്രാമിന്റെ നെക്ലേസ് അല്ലേ. അതുപോലെ തന്നെ ഇതിന്റെ ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ അല്ലേ, ഞാൻ പറഞ്ഞ കോംബോ ആണ്. അതായത് 1 പവന്റെ ഒരു കോംബോയിൽ വരുന്നതാണ് അല്ലേ ഇതെല്ലാം കൂടി. ഓ അത് ശരി. ഇത് 2 ഗ്രാമല്ലേ, ഇത് 2 വൈറ്റ് പോളിഷ് വന്നിട്ട്. അതുപോലെ തന്നെ റോസ് ഗോൾഡ് ആയിട്ട് ഒരു കമ്മലുണ്ട് കേട്ടോ, അതും വൈറ്റ് പോളിഷ്. ഞാൻ പറഞ്ഞ ഒരു കോംബോ ആയിട്ട് വേണമെന്ന് കസ്റ്റമർ പറഞ്ഞപ്പോ ഞാൻ സെറ്റ് ചെയ്തത്. നല്ലതല്ലേ, അടിപൊളി സെറ്റ് ആണ്. അപ്പൊ 1 പവനില് ഒരു പെൺകുട്ടിക്ക് നല്ല ഭംഗിയായിരിക്കും. അത് സിമ്പിൾ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, ഡെയിലി യൂസിനും പറ്റിയതാണ്. അതേപോലെ ഡെയിലി യൂസിന് പറ്റിയ നല്ല അല്ലെ ബൗള് പോലെ വന്നിട്ട് അല്ലെ, നല്ല ഹാങ്ങിങ്ങോട് കൂടി അല്ലെ. അതുപോലെ തന്നെ ഈ റോസ് ഇത് വന്നിട്ടുണ്ട്, റോസ് ഗോൾഡ് വന്നിട്ടുണ്ട് അല്ലെ. റോസ് ഗോൾഡ് അല്ല ഫുള്ള് 916 അല്ലെ, പോളിഷ് പോലെ വന്നിട്ട് വൈറ്റ് പോളിഷും ഉണ്ട്, അതുപോലെ തന്നെ റോസ് കളറിലെ പോളിഷും ഉണ്ട് അല്ലെ. നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാൻ. അതുപോലെ തന്നെ ഈ റിംഗ് കാണാൻ നല്ല രസമുണ്ടല്ലോ, നല്ല ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. 1 ഗ്രാം ഇത് വൈറ്റ് പോളിഷ് ആണല്ലോ. ഇത് എല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ആയിരുന്നു. അതായത് ഇത് 1 ഗ്രാമിൽ അല്ലേ, 1 ഗ്രാം, ഇത് 1 ഗ്രാം. അപ്പൊ അങ്ങനെ 8 ഗ്രാമിൽ, അതായത് 1 പവന്റെ ഒരു സെറ്റാണ് ഈ കാണുന്നത് അല്ലേ. അത് കൊള്ളാം കേട്ടോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. 1 പവന്റെ ഈ ഒരു സെറ്റ് അല്ലേ, അടിപൊളി സെറ്റ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതുപോലെ എനിക്ക് കമ്മൽ ഇഷ്ടപ്പെട്ട ഇയറിങ്സ്, നല്ല ക്യൂട്ടായിട്ട് നല്ല സിമ്പിൾ ആയിട്ട് കിടക്കും. എല്ലാവർക്കും ഇപ്പൊ പെൺകുട്ടികളാകുമ്പോ അവർക്ക് പൊലിമേളൊക്കെ ഇഷ്ടമല്ല, എല്ലാരും വന്നിച്ച് അങ്ങനെയാണല്ലോ ചോദിക്കുന്നത്. എന്നോട് കസ്റ്റമർ ആവശ്യപ്പെട്ടതും അത് തന്നെയാണ്. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ളത് മതി, നന്നായിട്ടുണ്ട്, സിമ്പിൾ ആയിട്ടുള്ളത്. നല്ലൊരു 8 ഗ്രാമിലാക്കി ഇതെല്ലാം വേണം. 8 ഗ്രാമില് നമുക്ക് ഈ 4 കൂട്ടം സാധനം. ഇപ്പൊ ആരും വളയൊന്നും അധികം യൂസ് ചെയ്യത്തില്ല, ബ്രേസ്ലെറ്റ് മതി. ഡെയിലി യൂസിന് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു 40 വയസ്സ് കഴിഞ്ഞ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഫുള്ള് വളം മതി എന്ന് പറഞ്ഞ് വരുന്നത് അല്ലേ. അത് ഇങ്ങോട്ട് താഴത്തോട്ട് എല്ലാവർക്കും ബ്രേസ്ലെറ്റ് മതി എല്ലാവർക്കും. അതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് 1 ഗ്രാമിന്റെ ഒക്കെ ബ്രേസ്ലെറ്റുകൾ ഉണ്ടല്ലോ അല്ലേ. ഇതിപ്പോ നമുക്ക് 2 ഗ്രാമിൽ വരുന്ന പരസ്പര മോഡൽ. അപ്പൊ ഇത് രാജ്കോട്ട് മോഡൽ എന്നാന്ന് തോന്നല്ലേ ഈ മാലയ്ക്ക് പറയുന്നത്. പക്ഷെ ഒരു പരസ്പര മോഡൽ തന്നെ ലുക്കാണ്. ബോക്സ് ചെയിനിലൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ ഇത് വി ചെയിനിലാണ് കേട്ടോ വന്നേക്കുന്നത്. സാധാരണ ബോക്സ് ചെയിനിലല്ലേ നമ്മൾ കണ്ടേ, ബോക്സിന് വി ചെയിനിലുണ്ട് അല്ലേ. മിന്നൽ കണ്ണിയില് വരാറില്ല, മിന്നൽ കണ്ണിയില് ഇല്ല, പക്ഷെ മാലയുണ്ട്. മാല വരുന്നുണ്ട് മിന്നൽ കണ്ണിയില്. ഈ പരസ്പരം മോഡലാ, പരസ്പരം മോഡല് ബോക്സിലാണ് പ്ലെയിൻ ആയിട്ടുള്ള മിന്നൽ കണ്ണ്. ചെറിയ 2 ഗ്രാമിന്റെ മാല ചെത്ത് ചെയിനിൽ വരുന്നുണ്ട്. അത് അപ്പൊ നമുക്ക് 1 ഗ്രാമിന്റെ ബ്രേസ്ലെറ്റും ഉണ്ട്, അതുപോലെ തന്നെ 2 ഗ്രാമിന്റെ. 1 ഗ്രാം ഉണ്ടല്ലോ ഇത് തന്നെ. ഇപ്പൊ നമുക്ക് കോംബോ സെറ്റ് ആയതുകൊണ്ട് നമ്മൾ 2 ഗ്രാം എടുത്ത്. ഞാൻ പറഞ്ഞു 8 ഗ്രാമില് നമുക്ക് എല്ലാവർക്കും ഒരാൾക്ക് ലേഡിക്ക് കമ്മല്, ഇയറിങ്സ്, മാല, പിന്നെ റിങ്ങുകളൊക്കെ നമുക്ക് അല്ലേ. റിങ് നമുക്ക് ഏറ്റവും കുറഞ്ഞ മില്ലി 350 മില്ലിയിലാണ് തോന്നുന്നല്ലേ ഡെയിലി യൂസ് ചെയ്യാൻ. 1 ഗ്രാം ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയത് അല്ലെ, സ്റ്റാർട്ട് ചെയ്യുന്നത് 350 മില്ലിക്ക് അല്ലേ. പക്ഷെ ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ അക്ഷയ തൃതീയക്ക് അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയല്ലോ ബുക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് എത്ര ബുക്കിംഗ് ആയി, ഒരു 10-12 ബുക്കിംഗ് ആയി ഇപ്പോഴേ തന്നെ അക്ഷയ തൃതീയക്ക് തന്നെ. അതായത് ഏപ്രിൽ 30-ാം തീയതിയാണ് അക്ഷയ തൃതീയ വരുന്നത്. അന്ന് എന്തോ ഓഫറൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ പറയത്തുള്ളായിരിക്കും അല്ലേ. പിന്നത്തേക്ക് വെച്ചേക്കാണല്ലോ എല്ലാം കൂടി.
ഇപ്പൊ എല്ലാം കൂടി പറഞ്ഞ് നമുക്ക് പൊട്ടിക്കണ്ടല്ലേ. അതെ അതെ നമുക്കത് പിന്നെ പറയാം. അതെ. അപ്പൊ ഈ സെറ്റ് എങ്ങനെയുണ്ട്? അടിപൊളി സെറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു അടിപൊളി ഐറ്റാണ്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഈ കസ്റ്റമർക്ക് അയച്ചു കൊടുത്തല്ലോ അല്ലേ? അയച്ചു കൊടുത്തു അവര് ഓക്കെ പറഞ്ഞിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളും സെപ്പറേറ്റ് എല്ലാം പറഞ്ഞു. അപ്പൊ ഒരു പവനില് നമുക്ക് 8 ഗ്രാമിൽ വരുന്ന ഒരു സെറ്റാണ് ഈ കാണുന്നത്. അടിപൊളി സെറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ? തീർച്ചയായിട്ടും. ഇന്നെന്താ ഇപ്പൊ ഡേറ്റ് വരുന്നത്? ഡേറ്റ് ഇന്ന് 21-ാം തീയതി അല്ലേ? മാർച്ച് 21 അപ്പൊ നമ്മുടെ റേറ്റ് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. 8270 ആയിട്ടുണ്ട് നമ്മുടെ റേറ്റ്. പവന് 66,160. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാവിലെ തൊട്ട് ഞാൻ ചോദിക്കണം, ഞാൻ ഒരു കാര്യം മറന്നു. രശ്മിയുടെ കയ്യിൽ എന്ത് പറ്റിയത്? ഇത് ഒന്നും ബ്ലേഡ് കൊണ്ടുപോവാ. ഇന്ന് എനിക്കൊന്ന് ക്ലീൻ ചെയ്യാൻ തോന്നുന്നു. ദിലീപ് ഇങ്ങനെ മറ്റേ സിനിമയിൽ നടക്കുമ്പോൾ എന്താ പറയുന്നത്, മഴത്തുള്ളി കിളിക്കത്തല്ലേ? മഴത്തുള്ളി കിളിക്കം തന്നെയാണോ? മഴത്തുള്ളി കിളിക്കാം. ആദ്യം ഇങ്ങനെ അതൊക്കെ വെച്ച് ഞാനിങ്ങനെ കെട്ടിക്കൊണ്ടായിരുന്നു നടന്നോണ്ടിരുന്നെ. ഇപ്പോഴാണ് എന്നെ അനീഷയാണെന്ന് തോന്നുന്നു ഇതെന്താക്കാൻ മഴത്തുള്ളി കിളിക്കത്തിന് ദിലീപ് കൊണ്ടുനടക്കും പോലെ കൊണ്ടുനടക്കാൻ. പിന്നെ ഞാനത് മാറ്റിയിട്ട് ഞാൻ ബാൻഡേജ് ഇട്ട് വെച്ചു. പിന്നെ കുറച്ചേറെ ബ്ലഡ് പോയി, വരാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചതായിരിക്കും. കുറച്ചേറെ പോയി. പക്ഷെ എന്റെ ഓ നെഗറ്റീവ് ആയിരുന്നു. അത് ഇച്ചിരി കഷ്ടായി. അത് നമുക്ക് അത്ര അധികം കിട്ടാത്തൊരു ബ്ലഡ് ആണ് കേട്ടോ, ഓ നെഗറ്റീവ്. നമുക്ക് താനെങ്കിലും ചെയ്യാൻ അതെ അതെ ഉച്ച സമയമായതുകൊണ്ടായിരിക്കും അല്ലേ കുറെ പോയത്. എന്തായാലും നമ്മുടെ ഈ സെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബുക്കിങ്ങിന്റെ കാര്യം കൂടെ നമ്മുടെ ഫോൺ നമ്പർ താഴത്ത് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ വീഡിയോയില്. ആ നമ്പറിൽ ബുക്ക് ചെയ്യുക. അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റ് എന്താണോ വരുന്നത് അപ്പൊ തന്നെ ബുക്ക് ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പൊ നമുക്ക് റേറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന് കൂടിയെന്നിരിക്കും, നാളെ കുറയും, പിറ്റേ ദിവസം കൂടും. അങ്ങനെ നമ്മുടെ ഒരു അതിന്റെ ഒരു ഇത് ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറി ഇറങ്ങി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ 916 HOD ചെയ്ത ആഭരണങ്ങളാണ്, അടിപൊളി ആഭരണങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും ബുക്ക് ചെയ്യാം അല്ലേ? നമ്മുടെ താഴത്തെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മൈഗോൾഡ് ജ്വല്ലറി എന്നുണ്ട്, അവിടെ ചേർത്തലയിൽ വരിക അല്ലെ? ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിലാണ് നമ്മുടെ ജ്വല്ലറി വരിക. അപ്പൊ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ എല്ലാവർക്കും. അപ്പൊ ബുക്ക് ചെയ്യാനായിട്ട് വേഗം വരട്ടെ അല്ലേ എല്ലാവരും? അതെ.